ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് ഒരു കാര്യം പറയാം. എൻ്റെ സൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് ഉണ്ട്, കാരണം എനിക്ക് തണുപ്പ് പിടിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് വീഡിയോസ് കാണാം. ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ആക്കാൻ പോകുന്നത് എൻ്റെ കാക്കാൻ്റെ കല്യാണത്തിൻ്റെ പിറ്റേന്നുള്ള വിശേഷങ്ങളാണ് കേട്ടോ. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ കലാപരിപാടികളാണ്. ഇക്കാക്ക മുകളിൽ നിന്ന് മാറ്റുന്നുണ്ട്. ഇത് ഇവിടെ നിങ്ങൾ കണ്ട കോഡില്ലേ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് കുർത്ത, അതാണ് കേട്ടോ നമ്മളെ ബോയ്സിൻ്റെ ഡ്രസ് കോഡ്. പിന്നെ ഇക്കാക്കാനെ കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അവരൊക്കെ വെള്ളം കുടിച്ചിട്ട് അങ്ങനെ അവിടെ ഇരിക്കുന്നുണ്ട്. അന്നേരമാണ് ഇക്കാക്ക മാറ്റിയിട്ട് മേലിന്ന് താഴേക്ക് ഇറങ്ങുന്നത്. ഇപ്പം നിങ്ങൾ കാണുന്നത് ഇക്കാക്കാൻ്റെ വീഡിയോ ഷൂട്ടിംഗ് ആണ്. ഇൻസൈറ്റ് പിക്സൽസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളടുത്ത് ഷെയർ ആക്കിയിട്ടുണ്ടല്ലോ. അങ്ങനെ ഇക്കാക്ക വീട്ടിലുള്ള എല്ലാ ആൾക്കാരോടും ചോദിച്ചിട്ട് പള്ളിയിലേക്ക് നിക്കാ അയക്കാൻ പോക്കാണ്, പെണ്ണിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ എല്ലാ ആൾക്കാരും ഇറങ്ങുന്നുണ്ട്. ഇവരൊക്കെ പോയതിന് ശേഷമാട്ടോ നമ്മൾ മാറ്റാൻ വേണ്ടി പോയിട്ടുണ്ടായത്. നമ്മളെ ഡ്രസ്സ് ഇതാണ് കേട്ടോ. നമ്മളൊരു 5 ആളുണ്ട് ഈ ഡ്രസ്സിൽ, ഇതേ സെയിം പാറ്റേണിൽ. അങ്ങനെ മുല്ലപ്പൂവൊക്കെ ഇട്ട് മേക്കപ്പൊക്കെ ചെയ്ത് നമ്മൾ ഹെയറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ 7 ആൾക്കാർ മാറ്റിയിട്ട് കല്യാണ വീട്ടിലേക്ക് പോയേരും. ആൾക്കാർ മൊത്തം നമ്മൾ തന്നെ നോക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ചേച്ചി പഠിച്ചോണ്ട് നമ്മൾ മേക്കപ്പ് കൂടിയിട്ടായിരിക്കും ഇവരെ നമ്മൾ നോക്കുന്നുണ്ടാകും. സംഭവം അതൊന്നല്ല കേട്ടോ. നമ്മളൊരു 5 ആൾ ഒരുപോലത്തെ ഡ്രസ്സെല്ലാം ഇട്ടിട്ട്, അപ്പോൾ നമ്മൾ ആ ഡ്രസ്സ് കണ്ടിട്ട് അട്രാക്ഷനായിട്ട് അവർ നമ്മൾ നോക്കുന്നതാണ്. നമ്മൾ നേരെ പോയത് വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടാണ്. കുറേ ഫ്ലേവേഴ്സിൽ ജ്യൂസസ് ഉണ്ട്, നമ്മളെല്ലാം ഒന്ന് ടെസ്റ്റ് ആക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ പോയത് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. കല്യാണപ്പോർക്ക് ഫസ്റ്റ് നമ്മൾ ഫുഡ് കഴിക്കണം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുഡ് കിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ നബീലിൻ്റെ ബിരിയാണി എന്ന് വെച്ചാൽ വെക്കലും വിളമ്പലൊക്കെ ഒരുപോലെ ആയിരിക്കും. നമ്മൾ കൊണ്ടുവരുന്നതും കൊണ്ടുപോകുന്നതൊന്നും കാണുന്നുണ്ടാവില്ല. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് നബീലിൻ്റെ ബിരിയാണി. അങ്ങനെ നമ്മൾ 7 ആൾക്കാരും ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ പോയത് കുട്ടികളെ കലാപരിപാടികളൊന്ന് കണ്ടു നോക്കാമെന്ന് വിചാരിച്ചിട്ട് മുന്നിലേക്കൊന്ന് പോയി. കല്യാണ വീട്ടിലെ തിരക്കാട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കുറേ ആൾക്കാരുണ്ടേനു. ഇവിടെ ഇത്ര ആൾക്കാരുണ്ട്. ഫുഡിൻ്റെ അടുത്ത് ഇപ്പം നല്ല ക്യൂ ആയിട്ടുണ്ടാവും. നമ്മൾ പെട്ടെന്ന് ഫുഡ് കഴിച്ചുകൊണ്ട് ആ പരിപാടി അങ്ങ് ക്ലോസ് ആയി. ചെറിയ കുട്ടികൾ സ്റ്റേജിൽ എന്തൊക്കെയോ കലാപരിപാടികൾ കളിക്കുന്നുണ്ട്. ഇവർക്ക് അവരെ കലാപരിപാടികൾ ആസ്വദിച്ച് കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ച സ്റ്റേജിൻ്റെ മുന്നിൽ നമ്മൾ 7 ആൾക്കാർ ഇങ്ങനെ നിരന്നിരുന്നേരം ഒരു സംഭവം സംഭവിച്ചു. സ്റ്റേജിലുണ്ടായ ഫ്ലവേഴ്സിൽ ദാറ്റ് ഇവൻറ്റ്, ആ ഇവൻറ്റ് നമ്മളെ തലയിലേക്കൊന്ന് വീണ്. ഒന്നും സംഭവിച്ചില്ല ഭാഗ്യത്തിന്. അങ്ങനെ ബോയ്സ് ആ ഇവൻ്റൊക്കെ ഒന്ന് റെഡിയാക്കി. പിന്നെ അവർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. നമ്മൾ പിന്നെ ഫോട്ടോസ് എടുക്കാനൊന്നും നിന്നില്ല. പിന്നെന്ന് വെച്ചാൽ പെണ്ണിനെ ചമയിക്കാൻ ടൈമായി. അപ്പോൾ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പം നമ്മളും ബേക്കാലങ്ങ് പോയി. നമ്മളാണ് ബ്രൈഡിനെ ഒരുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമ്മൾ പോയത് കാറിലാണ് കേട്ടോ. മൂസിൻ്റെ കാറിലാണ് നമ്മൾ പോയിട്ടുണ്ടായത്. ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ 7 ഗേൾസും ആ കാറിൽ കയറിയിട്ടുണ്ട്. 7 ആൾക്കാരും നല്ല വൈബാക്കിയിട്ട് ബസ്സിന് നമ്മളെങ്ങനെയാണ് പോകുന്നത് അതുപോലെ അടിച്ചു പൊളിച്ചിട്ടാണ് കാറിൽ പോയിട്ടുണ്ടായത്. അങ്ങനെ നമ്മൾ മൂസിനാനെ ചമിക്കാൻ വേണ്ടിയിട്ട് അവളെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തി അവിടുന്ന് നമുക്കൊരു ജ്യൂസും പിന്നെ ഒരു സമൂസയാണ് കഴിക്കാൻ കിട്ടിയിട്ടുണ്ടായത്. പെണ്ണിൻ്റെ റൂം മേലെയാട്ടോ. അപ്പം നമ്മളെല്ലാവരും കൂടിച്ച് മേലേക്ക് പോയി മൂസിനാനെ ഒന്ന് ചമ്മിച്ച് നമ്മളാൽ കഴിയുന്ന വിധത്തിൽ നമ്മൾ മൂസിനാനെ സുന്ദരിയാക്കി എടുത്തിട്ടുണ്ട്. നിങ്ങൾ കാണുന്നത് അവിടുന്ന് നമ്മളെ കലാപരിപാടികളാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടുന്ന് കുറേ വീഡിയോസൊക്കെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അടിച്ച് പൊളിച്ച് വൈബാക്കിയിട്ടുണ്ട്. നമ്മളങ്ങനെ മൂസിനാനെ ചമയിച്ച് നമ്മൾ മൂസിനാനെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലേക്ക് പോക്കാണ്. മാഷാല്ലാ. അങ്ങനെ നമ്മൾ പെണ്ണിനെയും കൂട്ടിയിട്ട് നമ്മളെ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിലെത്തിയിട്ടാകുമ്പം എല്ലാ ആൾക്കാരും പെണ്ണിനെയും ചെക്കനെയും ഇങ്ങനെ മാറി മാറി നോക്കുന്നുണ്ട്. മാഷാല്ലാ. സ്റ്റേജിലെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മൂസിനാന വീട്ടിലേക്ക് ഇങ്ങനെ കയറ്റലാണ്. അങ്ങനെ നമ്മൾ മൂസിനാന വീട്ടിലേക്ക് കയറ്റി. പിന്നെ നമ്മൾ പുറത്തേക്കൊക്കെ തന്നെ വന്ന് മൂസിനാട് കുറച്ച് സംസാരിച്ചിട്ട് അപ്പോൾ പുറത്തുള്ള കലാപരിപാടികളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇതാണ് കേട്ടോ കണ്ണൂർ കല്യാണം. കണ്ണൂർ കല്യാണം മാത്രമല്ല, എൻ്റെ കാക്കാൻ്റെ കല്യാണം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.